ഹായ്, എൻ്റെ പേര് ഡോണ അനിൽ. ഞാനിവിടെ ഇസ്രായേലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഒഴിവ് സമയങ്ങൾ എങ്ങനെ ആനന്ദകരമാക്കാമെന്ന എൻ്റെ 1.5 കൊല്ലത്തെ ഗവേഷണത്തിന് ശേഷമാണ് എൻ്റെ ഈ ചെറിയ യൂട്യൂബ് ചാനൽ പിറവിയെടുക്കുന്നത്. വേറൊന്നുമല്ല, ഞാനിവിടെ എനിക്ക് ഈ ചുറ്റുവട്ടത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. അതായത് കെയർ ഗീവറായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കിവിടെ ഫ്രണ്ട്സ് കാര്യങ്ങൾ ആരുമില്ല. ഞാൻ പുറത്ത് പോകാറില്ല. അപ്പം ഞാൻ ഈ വീടിൻ്റെ അകത്ത് 24 മണിക്കൂർ ഞാൻ ഈ വീട്ടിൽ തന്നെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുവാണല്ലോ. അപ്പം നമുക്ക് 24 മണിക്കൂറും നമ്മളൊരു വീട്ടിൽ തന്നെ നമ്മളെ തളച്ചിടുമ്പം നമുക്ക് ശരിക്കും പറയാം നമുക്കൊരു എന്താ പറയണ്ടേ, നമുക്ക് ഒരു ഒറ്റപ്പെടലും ഭയങ്കര സംഭവങ്ങളാട്ടോ. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഈ കടന്നു പോകുന്നത്. അപ്പം ആ സമയത്ത് ഞാൻ വിചാരിച്ചു, ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷനും മൈൻഡ് പവർ ട്രെയിനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമല്ലേ. അപ്പം പിന്നെ ഇങ്ങനെ ഇതിന് അറിവ് ഇഷ്ടപ്പെടുന്നവർക്ക്, അതായത് ഇതിനെപ്പറ്റിയൊക്കെ അറിയണമെന്ന് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ഷെയർ ചെയ്യാമെന്ന് ആഗ്രഹിച്ചു. അപ്പം ഞാൻ പഠിച്ച അറിവ് എന്നിൽ തന്നെ കുഴിച്ചു മൂട്ടിയിട്ട് ഒരു കാര്യമില്ലല്ലോ. അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതല്ലേ നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. അപ്പം ഞാൻ അതായത് ഈ പോസിറ്റീവ് വേയിലേക്ക് വന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ്. ഞാൻ കുറേ ട്രോമാസിലൂടെയൊക്കെ കടന്നു പോയ ആളാണ്. ഒരുപാട് ട്രോമാസ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ എനിക്ക് റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചത് ഈ ലോ ഓഫ് അട്രാക്ഷനും ഈ മൈൻഡ് പവർ ട്രെയിനിങ്ങും അങ്ങനത്തെയൊക്കെ കാര്യങ്ങളിലൂടെ, അങ്ങനത്തെ ടെക്നിക്കുകളിലൂടെയൊക്കെയാണ് ഞാൻ സീറോ ആയിരുന്നു ഞാൻ ഇന്നിപ്പം ഈ ലെവലിലെങ്കിലും ഞാൻ എത്തിയത്. അപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമുക്ക് വിൽ പവർ വേണം കേട്ടോ. വിൽ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗഡ്സിനെ അല്ല വിൽ പവർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയണ്ടേ, ഒരാൾ 1000 പേരുടെ മുമ്പിലിരുന്ന് ഒരു സദസ്സിലിരുന്ന് ഒരാൾ സംസാരിക്കുമ്പം നമ്മൾ പറയും അവരുടെ കോൺഫിഡൻ്റ് അല്ല, വിൽ പവർ വേണമെന്ന് പറയും. വിൽ പവർ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, നമ്മുടെ മനസ്സ് നമ്മൾ പറയുന്നിടത്ത് നമ്മുടെ മനസ്സിനെ എത്തിക്കുക, അതാണ് വിൽ പവർ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ മനസ്സ് പറയുന്നിടത്ത് നമ്മൾ പോകുന്നിടത്തല്ല വിജയം ഇരിക്കും. നമ്മൾ പറയുന്നിടത്ത് നമ്മുടെ മനസ്സ് നിൽക്കണം. അപ്പം അത് ആവാഹിച്ചെടുക്കാൻ വേണ്ടി, അതായത് അത് ആർജിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടുണ്ട് കേട്ടോ. അത്ര എളുപ്പമൊന്നുമല്ല, നല്ല കഷ്ടപ്പാടുള്ളതാണ്. ഒരുപാട് കഷ്ടപ്പാടിലൂടെ, ഒരുപാട് എന്താ പറയണ്ടേ, നിരന്തരമായ അഭ്യാസത്തിലൂടെ അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെ ഒക്കെ നമുക്കിത് പോകാൻ പറ്റുള്ളൂ. അപ്പം അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ പ്യുവർ ആയിരിക്കണം കേട്ടോ. ഒരു വെള്ള പേപ്പർ പോലെ പ്യുവർ ആയിരിക്കണം. അവിടെ നമുക്ക് ആരോടും ഒരു വിദ്വേഷമാവട്ടെ, ഒരു വഴക്കാവട്ടെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മളെല്ലാവരോടും നിരപരാധികമായിട്ട് ക്ഷമിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ക്ഷമിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ നമ്മളിലേക്ക് അട്രാക്റ്റ് ആവണമെങ്കിൽ നമ്മൾ ത്യജിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാനീ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മളെല്ലാവരെയും സ്നേഹിക്കണം. അതും വ്യവസ്ഥയില്ലാതെ നമ്മൾ സ്നേഹിക്കണം. ഇപ്പം മറ്റുള്ളവരെ നമ്മൾ വേറെ ഒരു ഇതിനായിട്ട് ആരുമല്ല, നമ്മൾ വ്യവസ്ഥയില്ലാതെ അവരെ സ്നേഹിക്കുക. മാപ്പ് കൊടുക്കേണ്ടവർക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാപ്പ് കൊടുക്കുക. അവരോട് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ക്ഷമ ചോദിക്കുക. നമ്മൾ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ആരോടെങ്കിലും ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ നിരപരാധികം ക്ഷമിച്ച് മാപ്പ് ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇതിൽ മെയിനായിട്ട് വേണ്ട കാര്യമാണ് നമ്മൾ ഹാപ്പിനെസ്. നമുക്ക് എല്ലാവർക്കും ഇല്ലാതെ പോയതും അത് തന്നെ. നമുക്ക് ഹാപ്പിനെസ്, നമുക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു കാര്യം വരും, നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വരും, നമ്മൾ പെട്ടെന്ന് തന്നെ ഡെസ്പായി പോകും അല്ലേ. ഈവൻ ഞാനും അങ്ങനെയായിരുന്നു. പക്ഷേ നമ്മൾ ബോധപൂർവം നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് നമ്മുടെ മനസ്സിൽ സന്തോഷം തരുന്ന കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, പ്രെയറുകളാവട്ടെ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിന് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന എന്ത് കാര്യത്തിലും നിങ്ങൾ അതിലേക്ക് നിങ്ങൾ പോയിട്ട് നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കണം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മൾ ബെറ്റർ ആക്കണം. നമുക്ക് എല്ലാം ഉണ്ട്, അത് എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മൾ ബെറ്റർ ആക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മൾ എപ്പോഴും ബെറ്റർ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു 3-4-5 കാര്യങ്ങളാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഒരു എപ്പിസോഡിലോ അല്ലെങ്കിൽ ഒരു ഇതിലൊന്നും തീരുന്നതല്ല കേട്ടോ. കുറേ സമയമുണ്ട് ഇതിൻ്റെ ഓരോന്നായിട്ട് ഞാൻ ഓരോ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ യൂട്യൂബ്
ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് ആ ഒരു ബട്ടൺ ഉണ്ടല്ലോ അതങ്ങ് അമർത്തിയേക്കണം കേട്ടോ. എന്തിനാ ഇങ്ങനെ ബലം പിടിക്കുന്നത്? അതൊന്ന് തൊട്ടായിരുന്നേ, എന്ത് കുഴപ്പമുള്ള ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും കമൻസ്, അതായത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അതൊക്കെ പറയാം. എന്ന് വെച്ചിട്ട് എന്നെ ചീത്ത പറയാൻ വേണ്ടിയിട്ട് കമൻസ് ഇടല്ലേ കേട്ടോ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കമൻസിൽ വന്നിട്ട് രേഖപ്പെടുത്താം. ഞാനപ്പം അടുത്തതിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അപ്പം ഞാൻ അതിനെപ്പറ്റി പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്ന് വെച്ചിട്ട് എനിക്ക് വലിയ അറിവുകളുണ്ടെന്നൊന്നും നിങ്ങൾ വിചാരിക്കില്ല കേട്ടോ. എനിക്കുള്ള കുഞ്ഞറിവാണ്. ആ കുഞ്ഞറിവിനെയാണ് അറിവിൽ വെച്ചുകൊണ്ട് അതിൻ്റെ പരമാവധി ഞാൻ പഠിച്ച കാര്യങ്ങളും ഒക്കെ കൂട്ടി ഇണക്കിയിട്ടാണ് ഞാനിത് എൻ്റെ ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. വേറെ ഒന്നുമല്ല, ഇതാണ് സംഭവം. കാരണം വെച്ചാൽ ഞാനിവിടെ ഒറ്റയ്ക്കാണ്. എനിക്ക് ഈ പറയുന്ന കൂട്ട് ഒരു ഓപ്ഷനും ഇല്ല. അപ്പം ഞാൻ സ്വയം എൻ്റെ സന്തോഷം കണ്ടെത്തുകയാണ് കേട്ടോ. ഓക്കെ, ബൈ.